Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Glory to God. Glory to God. Glory to God. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. കർത്താവേ അങ്ങേക്ക് സ്തോത്രമപ്പ, സ്തോത്രമപ്പ, സ്തോത്രമപ്പ. ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹമേറിയ ഈ നല്ല സമയം കർത്താവിൻ്റെ തിരുവചനം ഘോഷിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ഈ നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇപ്രകാരം ഒരു നല്ല സന്ദർഭത്തെ കർത്താവ് ഒരുക്കി തന്നു. ദൈവത്തിന് നമുക്ക് മഹത്വം കരയറ്റാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, ആണ്ടവരുടെ രക്ഷകരുമാകിയ இயேசு கிறிஸ்துவின் நிகழ்த்த நாமத்தில் அன்பின் வாழ்த்துதலை தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, நம் ஆண்டவராக இயேசு சீக்கிரமாக வரப்போகிறார். அவருடைய வருகைக்காக நாம் ஒவ்வொருவரும் ஆயத்தமாய் இருக்க வேண்டியது மிக மிக அவசியமாக இருக்கிறது. ஆம் கர்த்தருடைய பிள்ளைகளை 2-3 பேர் எங்கிருந்தாலும் அவர் மத்திய நான் உண்டு என்று ஆண்டவர் சொன்னார் அல்லவா? நிச்சயமாகவே ஆண்டவருடைய மகா பெரிய தயவு, அவருடைய பிரசன்ஸ் நம்மோடு கூட இருப்பதாக என்று சொல்லி ஹல்லேலூயா, கர்த்தருடைய சமூகத்தில் வருவோமா? கர்த்தர் நல்லவர். ஹல்லேலூயா. കർത്താവിൽ പ്രിയരെ, റോസ്മാവലിയുടെ FB പേജിലുള്ള എല്ലാ അഡ്മിന്മാർക്കും അതുപോലെ തന്നെ കർത്തൃദാസന്മാർ, കർത്തൃദാസിമാർ, സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരോടും പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രിയരെ, നമുക്ക് വചന ധ്യാനത്തിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ഒരു പഴയ ഒരു ഗാനത്തിന്റെ ചില അടികൾ മാത്രം പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം, സ്തുതിക്കാം. അതിനുശേഷമായി പ്രാർത്ഥിച്ച് നമുക്ക് വചനധ്യാനത്തിലേക്ക് കിടക്കാം. ദൈവമായി കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. പാപത്തെ വെടിയുന്നോർ ഉണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് നോക്കിടുമ്പോൾ, പാപത്തെ വെടിയുന്നോർ ഉണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് നോക്കിടുമ്പോൾ, വഴിതെറ്റി അലയുന്ന മർത്യരെ രക്ഷിപ്പാൻ വഴികാട്ടിയായി ദൈവം ജീവിക്കുന്നു. വഴിതെറ്റി അലയുന്ന മർത്യരെ രക്ഷിപ്പാൻ വഴികാട്ടിയായി ദൈവം ജീവിക്കുന്നു. മൂടാ 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 മൂടാ, നീ ദൈവത്തെ കാണുകില്ല, ദൈവബോധം നിനക്കില്ല സത്യം. മൂടാ 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 മൂടാ, നീ ദൈവത്തെ കാണുകില്ല, ദൈവബോധം നിനക്കില്ല സത്യം. മരിച്ചിട്ടും മരിക്കാത്ത ദൈവത്തെ കാണുവാൻ ഒരുങ്ങുമോ ഇനിയും ഒരു നിമിഷം? മരിച്ചിട്ടും മരിക്കാത്ത ദൈവത്തെ കാണുവാൻ ഒരുങ്ങുമോ ഇനിയും ഒരു നിമിഷം? നിത്യമാം സ്നേഹത്തിൽ നിത്യമാം ദുഃഖത്തിൽ പാതയ്ക്കും ദീപമായി തീർന്നിടട്ടെ. നിത്യമാം സ്നേഹത്തിൽ നിത്യമാം ദുഃഖത്തിൽ പാതയ്ക്കു ദീപമായി തീർന്നിടട്ടെ. മൂടാ 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 മൂടാ, നീ ദൈവത്തെ കാണുകില്ല, ദൈവബോധം നിനക്കില്ല സത്യം. മൂടാ 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 മൂടാ, നീ ദൈവത്തെ കാണുകില്ല, ദൈവബോധം നിനക്കില്ല സത്യം.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവ് വൈകിയ വേളയിൽ തിരുവചനവുമായി കർത്താവെ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടിയങ്ങൾ താണിരിക്കുകയാണ്. കർത്താവെ, വചനം അങ്ങയുടേത്. വചനത്തെ വാഴ്ത്തി അങ്ങ് അനുഗ്രഹിച്ച് തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് അനുഗ്രഹിച്ചാട്ട് കർത്താവെ, അവിടുത്തെ മാറ്റമില്ലാത്ത കരുണയും കൃപയിനാലും കർത്താവ് എല്ലാവരും നിറച്ചാട്ട് കർത്താവെ സ്തോത്രം. അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് ഉലക സംഭവങ്ങളൊക്കെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായി, ദൈവത്തിന് വേണ്ടി ശോഭിക്കുന്നവരായി, ദൈവത്തിന് വേണ്ടി ജ്വലിക്കുന്നവരായി തീരുവാൻ എന്റെ കർത്താവ് എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വചനം കേൾക്കുവാൻ പ്രൈസ് ദി ലോർഡ് എല്ലാവരെയും കർത്താവ് ഒരുക്കിക്കാട്ടെ. കേൾക്കുന്നവരിൽ ആരെങ്കിലും നിരാശയോടെ, ദുഃഖത്തോടെ, ഭാരത്തോടെ, വേദനയോട് കൂടി ആയിരിക്കുന്നുവെങ്കിൽ എന്റെ യേശു കർത്താവിന്റെ അത്ഭുതമാർന്ന കരം അവരെ ഒന്ന് തൊട്ടുമറയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനം അവർക്കൊരു അനുഗ്രഹമായി മാറട്ടെ. കൃപയാലങ്ങ് നിറച്ചുകൊള്ളണം. അടിയനെ പൊടിയോളം താഴ്ത്തുന്നു സകല യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് അല്പനിമിഷങ്ങൾ ഞാൻ നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം മനസ്സലിവിന്റെ ദൈവത്തെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, നമുക്ക് പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, കർത്താവ് ഒരിക്കലും എനിക്ക് മറുപടി തരികയില്ല എന്ന് ചിന്തിക്കുന്നവരാ പലരും. എന്തുകൊണ്ടെന്നാൽ പലവിധമാകുന്ന പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ആ പ്രശ്നങ്ങളാൽ ബാധിക്കപ്പെടുന്ന അവസ്ഥയിൽ അവർ ചിന്തിച്ചു പോകുന്നതാണത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ വൈകിയ വേളയിൽ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ വചനത്തിലൂടെ തന്നെ നമുക്ക് ആണിത്തരമായി ഉറച്ച വിശ്വാസത്തോടു കൂടി പറയുവാൻ കഴിയും, നമ്മുടെ പിതാവ് മനസ്സലിയുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എന്റെ കർത്താവ് എന്റെ പ്രാർത്ഥനയ്ക്ക് എനിക്ക് മറുപടി തരിക തന്നെ ചെയ്യും. എന്റെ കർത്താവ് വലിയ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന്റെ ദൈവം എന്റെയും ദൈവമാണ്. കണ്ണുനീരിനെ മറികടക്കുന്ന ഒരു ദൈവം അല്ല, നിശ്ചയമായും പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമൊക്കെ ചേർന്നൊരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മനസ്സലി ദൈവത്തെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ചിരിക്കുന്നവർ, കരയുന്നവർ, സന്തോഷിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, ഇങ്ങനെ ഒരു കൂട്ടം ജനത്തിന്റെ മധ്യത്തിലാണ് നിങ്ങളും ഞാനും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയരെ, ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, നമുക്കറിയാം, ഒരു കുട്ടി, ഒരു ശിശു ജനിക്കുമ്പോൾ തന്നെ ആ ശിശുവിന്റെ ആ ശബ്ദം കേൾക്കുവാൻ വേണ്ടി, ആ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുവാൻ വേണ്ടി പ്രൈസ് ദി ലോർഡ് മാതാപിതാക്കൾ ഉൾപ്പെടെ ബന്ധുമിത്രാദികൾ ആ ലേബർ വാർഡിന്റെ വെളിയിൽ നിൽക്കും. എന്തിനാണെന്ന് അറിയാമോ? ആ കുട്ടിയുടെ ശബ്ദം കേൾക്കുവാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ കുട്ടിയുടെ ശബ്ദം ഇല്ലാതെ വരുമ്പോൾ എന്താണ് ചിന്തിക്കുന്ന അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവമേ, ഈ കുഞ്ഞു ജീവനോടുണ്ടോ ഇല്ലയോ, എന്താണ് സംഭവിച്ചത്? നമുക്കൊരാശങ്കയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. എന്നാൽ സങ്കീർത്തനം 126-ന്റെ 5-ാമത്തെ വാക്യം വായിക്കുന്ന എന്താണെന്ന് അറിയാമോ? കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ ഈ സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നാം തനിയാകും. ഹല്ലേലൂയ. നാം അപമാനപ്പെടുന്ന പല സന്ദർഭങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കണ്ണുനീര് കാണുമ്പോൾ മറികടക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നാം നിലവിളിക്കുമ്പോൾ, നാം യാചിക്കുമ്പോൾ, നാം ദുഃഖിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, മകനേ, മകളെ, നിനക്ക് എന്താണ് വേണ്ടിയത്? നിന്റെ ആവശ്യം എന്താണ്? നീ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുവാൻ മനസ്സുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതാണ് മനസ്സലിവിന്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം കരയുമ്പോൾ നമ്മളോട് ചേർന്ന് കരയുന്നു, നാം ഭക്ഷിക്കുമ്പോൾ നമ്മളോട് ചേർന്ന് ഭക്ഷിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, നിലവിളിക്കുമ്പോൾ നമ്മളോട് ചേർന്ന് നിലവിളിക്കുന്ന, ദുഃഖിക്കുന്ന, വിലപിക്കുന്ന ഒരു ദൈവം. അതായത് ദൈവമക്കളെ, മനുഷ്യന്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ കർത്താവിനുണ്ട് എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വേദഭാഗം വായിക്കാം. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 21-ന്റെ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 14-ന്റെ
സോറി 21:14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗറിന്റെ തോളിൽ വെച്ചു, കുട്ടിയെ കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബെർശബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൽ തണലിലിട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്ത് ഇരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞു എതിരെ ഇരുന്ന് ഉറക്ക കരഞ്ഞു. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗറിനെ വിളിച്ചു. അവളോട്, ഹാഗരേ, നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവൾ ഒരു നീരുറവ കണ്ടു. ചെന്ന തുരുത്തിയിൽ വെള്ളം നിറച്ചു, ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോടുകൂടി ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഈ വേദഭാഗത്തിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് ഏവർക്കും അറിയാം. പല ആവർത്തി പല ദൈവദാസന്മാരിലൂടെ നാം കേട്ടിട്ടുള്ളത് തന്നെയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഇവിടെ നമുക്കറിയാം അബ്രഹാമിന്റെ കുടുംബമാണത്. അബ്രഹാമിന്റെ ഭവനത്തെ കുറിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. അബ്രഹാമിന് വർഷങ്ങളോളം ഒരു തലമുറയില്ലാതെ ഇരുന്ന വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം, അബ്രഹാമും സാറയും. എന്നാൽ പ്രൈസ് ദി ലോർഡ് ദൈവജനമേ, പല വർഷങ്ങൾ, നീണ്ട വർഷങ്ങൾ തലമുറയില്ലാതെ ഇരുന്നപ്പോൾ അബ്രഹാമിന്റെ ഭാര്യ സാറ എന്താണ് ചെയ്യുന്നറിയാമോ? തന്റെ ദാസിയിൽ ഒരുവളെ, അതായത് മിസ്രൈം ദാസിയായിരുന്ന ഹാഗറിനെ തന്റെ ഭർത്താവിന് ഭാര്യയായിട്ട് കൊടുക്കുന്നത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ ഞാൻ വളരെ ചുരുക്കി പറയുകയാണ് ദൈവമക്കളെ, ഇവിടെ ഇവർക്ക് ഇസ്മായേൽ എന്നൊരു മകൻ ജനിക്കുന്നത് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിനുശേഷം, അതായത് ഇതിനൊക്കെ നടുവിലായിട്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനെ ദൈവം സന്ദർശിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, അബ്രഹാമിനെ ദൈവം സന്ദർശിക്കുന്നു. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അടുത്ത വർഷം നിനക്ക് ഇതേ സമയത്ത് ഒരു മകൻ ഉണ്ടാകും എന്നത് വാഗ്ദത്തം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവജനമേ, അതിനു മുമ്പായിട്ട് നമുക്കതിന്റെ 14-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നത്, 9 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അതിനു മുൻപായി ഇസഹാക്ക് അവർക്ക് ജനിക്കുന്നു. എന്നാൽ 75-ാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ അനുഗ്രഹം അവർക്കുണ്ടായി. എന്നാൽ 25 വർഷത്തോളം പിന്നെയും വാഗ്ദത്ത സന്തതിക്ക് വേണ്ടി അവർ കാത്തിരിക്കേണ്ടി വന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ, പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. എന്നാൽ ഇസഹാക്ക് ജനിച്ചതിന് ശേഷമായി, അഥവാ വാഗ്ദത്ത സന്തതി ജനിച്ചതിന് ശേഷമായി ഇസ്മായിലിന് അവിടെ കഴിയുന്നത് വളരെ കഷ്ടകരമായ അവസ്ഥയാണ്. അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പൈതൽ വളർന്നു മുലകുടി മാറി. ഇസഹാക്കിന്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. മിസ്രൈം ദാസി ഹാഗർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന സാറ കണ്ടു. പ്രൈസ് ദി ലോർഡ്. നോക്കണം ദൈവമക്കളെ, ഇവിടെ എന്താണ് സംഭവിച്ചെന്നറിയാമോ? തന്റെ ഹല്ലേലൂയ, ഈ ഇസഹാക്ക് മുലകുടി മാറിയപ്പോൾ അവിടെ ഒരു വലിയ വിരുന്ന് കഴിക്കുകയാണ്. എന്നാൽ ഈ വിരുന്ന് കഴിക്കുന്ന സമയം, പ്രൈസ് ദി ലോർഡ്, നോക്കണം ദൈവമക്കളെ, ആ സാറ ഈ ഇസ്മായിൽ എന്ന ഈ ദാസിയിൽ പിറന്ന മകൻ ഇവിടെ നിൽക്കുന്നത് തങ്ങളുടെ കുടുംബത്തിന് അതൊരു അപമാനമാണെന്ന് കരുതി ഹല്ലേലൂയ അബ്രഹാമിനെ വിളിച്ചു പറയുകയാണ്, ഇവളെയും ഇവളുടെ കുട്ടിയെയും പുറത്താക്കണമെന്ന് പറയുകയാണ്. എന്നാൽ അത് അബ്രഹാമിന് അനിഷ്ടമായി തോന്നിയെന്നാണ് വചനം പറയുന്നത്. ദാസി, അതായത് ഈ സാറയുടെ വാക്ക് കേട്ടതും പ്രൈസ് ദി ലോർഡ് അബ്രഹാം എന്താണ് ചെയ്യുന്നറിയാമോ? അതാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും തുരുത്തിയിൽ വെള്ളവും എടുത്ത് ഹാഗറിന്റെ തോളിൽ വെച്ചു. ഹല്ലേലൂയ, പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ഹാഗറിന്റെ കയ്യിൽ തുരുത്തിയിൽ അല്പം വെള്ളവും, അതായത് അവൾക്ക് ഭക്ഷിക്കുവാനുള്ള അപ്പവും കൊടുത്ത് ഈ മകനെയും ഇസ്മായിലിനെയും ഹാഗറിനെയും വീട് വിട്ട് പുറത്താക്കുന്ന ഒരു ചരിത്രമാണ് ദൈവജനമേ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്നേഹിതരെ, ഇവരെങ്ങോട്ടാണ് പോയെന്നറിയാമോ? നേരെ ബെർശേബ മരുഭൂമിയിലേക്കാണ് പോകുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹാഗർ അവിടെ കടന്ന് മരുഭൂമിയിൽ ചെന്നപ്പോഴേക്കും പ്രൈസ് ദി ലോർഡ് തന്റെ കൈവശമുണ്ടായിരുന്ന തുരുത്തിയിലെ വെള്ളവും അപ്പവും തനിക്ക് തീർന്നു. ഹല്ലേലൂയ, നഷ്ടമായി. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും ഈ കുട്ടിയെ അവൾക്ക് രക്ഷപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്ന് അവൾ വിശ്വസിച്ച് ഉറച്ചു. അവൾ ഹല്ലേലൂയ ഒരു അൻപിൻപാട് ദൂരത്ത് കുട്ടിയെ കൊണ്ടത് കിടത്തിയിട്ട് അവൾ ഇങ്ങനെ ചിന്തിച്ചു, എന്റെ കുട്ടിയുടെ മരണം എനിക്ക് കാണുവാൻ കഴിയുന്നില്ല എന്ന് അവൾ നിലവിളിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ ദൈവമക്കളെ, ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നത് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ബാലന്റെ കര
കരച്ചിൽ ദൈവം കേട്ടു എന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, എന്താണ് കർത്താവ് ചെയ്യുന്ന അറിയാമോ? പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഹല്ലേലൂയ ഇറങ്ങി വന്നിട്ട് ഹല്ലേലൂയ ഈ ഹാഗറിനോട് ചോദിക്കുക, ഹാഗരേ നീ നിലവിളിക്കുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹാഗരേ നീ നിലവിളിക്കുന്നത് എന്ത്? കുട്ടി കിടക്കുന്നിടത്ത് ഒരു പുത്തൻ പുതിയ നീരുറവയെ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവളുടെ കണ്ണ് തുറന്നു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. അതിന്റെ 19ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഹല്ലേലൂയ, ദൈവം അവളുടെ കണ്ണ് തുറന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവ മക്കളെ, ഹല്ലേലൂയ, ഈ വാക്യങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിത, ഹല്ലേലൂയ, ഹാഗറിന്റെ നിലവിളിയുടെ മറുപടിയാണത്. അല്ലെങ്കിൽ കുട്ടിയുടെ കരച്ചൽ സ്വർഗത്തിൽ എത്തിയപ്പോൾ ദൈവം എന്താണെന്നറിയാമോ? എന്താണ് ചെയ്തെന്നറിയാമോ? ഹാഗറിന്റെ ഒരു വഴി അടഞ്ഞപ്പോൾ ഹാഗറിന്റെ ഒരു പുത്തൻ പുതിയ വഴിയെ ദൈവം അവൾക്ക് വേണ്ടി തുറക്കുകയാണ്. ഓ ഗ്ലോറി, ഹല്ലേലൂയ. ദൈവം അവൾക്കൊരു അഭിഷേകത്തിന്റെ വഴിയാണ് പ്രിയരെ തുറന്നു കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ദൂതൻ അവളോട് പറയുക, ഹാഗറേ നീ നിലവിളിക്കുന്നത് എന്ത്? നിന്റെ കുട്ടി കിടക്കുന്നിടത്തൊരു നീരുറവയുണ്ട്, നീ ഇത് കാണാതെ പോയി. ഹല്ലേലൂയ സ്നേഹിത, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവൾ എന്താണ് ചെയ്തറിയാമോ? ഇവളുടെ കൈവശമുണ്ടായിരുന്ന തുരുത്തി അവൾ നഷ്ടപ്പെടുത്തിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവളുടെ കൈവശമുണ്ടായിരുന്ന വെള്ളം അവൾക്ക് തീർന്നപ്പോഴും അവളുടെ തുരുത്തി അവൾ ഭദ്രമായി വെച്ചിരിക്കുന്നു. അഭിഷേകത്തിന്റെ നിറവാണ് ദൈവമക്കളെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഒരു പുതിയ ഒരു നീരുറവയെ സ്വർഗത്തിലെ ദൈവം അവൾക്ക് വേണ്ടി ഒരുക്കി കൊടുത്തു. മനസ്സലിയുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, നാമും ഇങ്ങനെയാ. പലപ്പോഴും നാം നിരാശരായി ദുഃഖിതരായി ഭാരപ്പെടുന്ന സന്ദർഭം, ഹല്ലേലൂയ, ആരും ആശ്രയമില്ലെന്ന് കാണുന്ന വേളയിൽ നമ്മുടെ വഴികളെല്ലാം അടഞ്ഞുപോയി എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ എന്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴിയെ പുത്തൻ പുതിയ വഴികളെ തുറക്കുന്ന ദൈവമാ. ആ ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഞാൻ അവിടെ വിട്ട് വളരെ പെട്ടെന്ന് കടന്നു പോരട്ടെ. ഹല്ലേലൂയ. നമുക്കറിയാം മറ്റൊരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വളരെ പെട്ടെന്ന് ഞാൻ കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, നമുക്ക് ചിന്തിക്കാനുള്ളത് യെശയ്യാ പ്രവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. യെശയ്യാ പ്രവചനം 38 1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. യെശയ്യാ പ്രവചനം 38 1 മുതലുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. അക്കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്നു അവനോട്, നിന്റെ ഗ്രഹകാര്യ ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുൻപിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഇവിടെ നാം വായിച്ചു കേട്ടതായി ഈ വേദഭാഗം നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. 38 5ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഹിസ്കിയാവിനെ കുറിച്ചാണ്. ഹിസ്കിയാവിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, യഹൂദയുടെ 13ാമത്തെ രാജാവാണ് ഹിസ്കിയാവ്. ഹല്ലേലൂയ. ഈ ഹിസ്കിയാവിന്റെ വാഴ്ചയുടെ 14ാം വർഷം തനിക്ക് 39 വയസ്സ് മാത്രം പ്രായമുള്ളൂ എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. പ്രിയരെ, എന്താണ് സംഭവിച്ചത്? തനിക്ക് മരിക്കത്തക്ക ഒരു രോഗം പിടിപെട്ടു. ഹല്ലേലൂയ. തനിക്ക് മരിക്കത്തക്ക ഒരു രോഗം പിടിപെട്ടു. എന്നാൽ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തിന്റെ ആലോചന ഹിസ്കിയാവിന് ഉണ്ടായത് എന്തെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. നീ മരിച്ചു പോകും, നിനക്ക് മരിക്കത്തക്ക രോഗം പിടിപെട്ടിരിക്കുന്നു, നീ മരിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. നിന്റെ ഗ്രഹകാര്യം നീ ക്രമത്തിലാക്കുക, നിന്റെ ഗ്രഹകാര്യം നീ ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല. എന്നാൽ ഹിസ്കിയാവ് എന്താണ് ചെയ്യുന്നറിയാമോ? ഹിസ്കിയാവ് അധൈര്യപ്പെട്ടില്ല. ഹിസ്കിയാവ് ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് സ്നേഹിത. ഹല്ലേലൂയ. ഇന്ന് വൈകിയവേളയിൽ നാം അതാണ് ചിന്തിക്കാൻ പോകുന്നത്. ഹിസ്കിയാവ് മുഖം ചുവരിനോട് ചേർത്ത് വെച്ച് താൻ നിലവിളിച്ചുകൊണ്ട് ദൈവത്തോട് പറഞ്ഞെന്താണെന്നറിയാമോ? ദൈവമേ ഓർക്കണമേ എന്ന്. ഹല്ലേലൂയ. എന്താണ് പ്രിയപ്പെട്ടവരെ ദൈവ
ദൈവത്തിന് ഹല്ലേലൂയ ഈ ഹിസ്കിയാവിനെ കുറിച്ച് ഓർക്കുവാനുള്ളത്? അതാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ താൻ പറയുകയാണ്, ദൈവമേ ഓർക്കണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹിസ്കിയാവ് പറയുന്നു, ദൈവമേ ഓർക്കണമേ എന്ന്. ഹല്ലേലൂയ തന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസം 1-ാം തീയതി തന്റെ പിതാവിന്റെ കാലം മുതൽ അടച്ചിട്ടിരുന്ന ദേവാലയം തുറന്ന് അറ്റകുറ്റപ്പണികൾ തീർക്കുകയും ആലയം ശുദ്ധീകരിക്കുകയും ഹല്ലേലൂയ ശുദ്ധീകരിക്കുവാനുള്ള നടപടികൾ താൻ തുടങ്ങുകയും ചെയ്തു. ഏതാണ്ട് 16 ദിവസം കൊണ്ട് ആലയത്തിന്റെ പണി പൂർത്തീകരിച്ചു. തന്റെ നഷ്ടപ്പെട്ടിരുന്ന നിന്നുപോയ ആരാധനകളെ പ്രൈസ് ദി ലോർഡ് താൻ പുനരാരംഭിക്കുകയാണ് ചെയ്തത്. ഇതാണ് പ്രിയപ്പെട്ടവരെ താൻ എന്താണ് പറഞ്ഞതറിയാമോ? ദൈവമേ ഓർക്കണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, എത്ര പേർക്ക് ഈ വൈകിവേളയിൽ ദൈവത്തോട് പറയുവാൻ കഴിയും, ദൈവമേ ഓർക്കണമേ എന്ന്? നമ്മുടെ കടന്നകാല ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ? സ്നേഹിത, സഹോദര, സഹോദരി, എന്റെ കർത്താവിന് വേണ്ടി ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, ഇന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്, എന്റെ കർത്താവ് എന്നെ കുറിച്ച് എന്റെ അപ്പൻ ഇത് ഓർക്കണമേ എന്ന് പറയുവാൻ ആർക്കെങ്കിലും കഴിയുമോ? ഹല്ലേലൂയ. ഇവിടെ ഹിസ്കിയാവ് ധൈര്യസമേതം പറയുക, ദൈവമേ ഓർക്കണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. നോക്കണം, യഹോവയായ ദൈവം എന്താണ് ചെയ്തെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. പിന്നെയും യഹോവയായ ദൈവം യെശയ്യാവിനോട് അരുളിച്ച എന്താണെന്നറിയാമോ? നീ പോയി ആലോചന പറയണം. എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു. ഓ ഗ്ലോറി, ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അസുർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നോക്കണം ദൈവമക്കളെ, ഇവിടെ ഹിസ്കിയാവ് ദൈവത്തോട് നിലവിളിച്ചെന്താണെന്ന് അറിയാമോ? ദൈവമേ നോക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കടന്നകാല ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ അങ്ങക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ ദൈവമേ എന്നെ കൈവിടരുതേ, എന്നെ ഒന്ന് ഓർത്താട്ടെ എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ അരുളപ്പാട് പിന്നെയും ഹല്ലേലൂയ ഇവിടെ ഹല്ലേലൂയ ദൈവമക്കളെ യെശയ്യാവിനുണ്ടായി. യെശയ്യാവ് പോയി ഹിസ്കിയാവിനോട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥന കണ്ടിരിക്കുന്നു, നിന്റെ കരച്ചിൽ കേട്ടിരിക്കുന്നു, സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. നീ അധൈര്യപ്പെടേണ്ട. നിന്റെ ആയുസ്സിനോട് കൂടെ 15 സംവത്സരം നിനക്ക് നീട്ടി തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, കർത്താവിൽ പ്രിയരെ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ വൈകിയ വേളയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ഇവിടെ ഹിസ്കിയാവ് പറഞ്ഞതുപോലെ കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, നിന്ദകൾ വരുമ്പോൾ, അപമാനങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ കണ്ണുനീർ വിടുക അല്ല ചെയ്യേണ്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. നേരെ അമ്മ വീട്ടിലേക്ക് ഓടുകയല്ല ചെയ്യേണ്ടത്, സ്നേഹിതരോട് പറയുകയല്ല ചെയ്യേണ്ടത്. നീ എന്താണ് ചെയ്യേണ്ടതറിയാമോ? മുട്ടുമടക്കി കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുനീരോടുകൂടി നീ പ്രാർത്ഥിച്ചാൽ, സ്നേഹിത, സഹോദരി, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. മനസ്സലിവിന്റെ ദൈവമാ നമ്മുടെ ദൈവം, ദീർഘക്ഷമയുള്ള ദൈവമാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നാം നിലവിളിച്ചാൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവമാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കിവിടെ കാണുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ, ഹാഗറിന്റെ കണ്ണുനീർ. ഹല്ലേലൂയ. ഹാഗർ നിലവിളിച്ചപ്പോൾ ദൈവം എന്താണ് ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സ്നേഹിതരെ, ഹല്ലേലൂയ ദൂതനെ അയച്ചവളെ സമാധാനപ്പെടുത്തുകയാണ് ദൈവം ചെയ്തത്. ഹല്ലേലൂയ. ഇവിടെയും ഹിസ്കിയാവ് നിലവിളിച്ചപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിനോട് ചേർത്ത് വെച്ച് നിലവിളിച്ചു, ഓ ദൈവമേ അടിയനെ ഓർക്കണമേ എന്ന്. ഏകാഗ്ര ഹൃദയത്തോടു കൂടി താൻ പ്രാർത്ഥിച്ചതാണത്, ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിച്ചതാണത്. തന്റെ വീട്ടുകാര്യത്തെ താൻ ക്രമപ്പെടുത്തി. സ്നേഹിത, നിന്റെ വീട്ടുകാര്യം നീ ക്രമപ്പെടുത്തണം. വീട്ടിൽ ഏതെങ്കിലും വിഷയങ്ങൾ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയാത്ത തരത്തിൽ ഏതെങ്കിലും വിഷയങ്ങൾ ഹല്ലേലൂയ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ സമയം ഈ വിഷയം നിങ്ങളിലേക്ക് എത്തുമ്പോൾ, ദൈവത്തിന്റെ വചനം നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഒരു ഉറച്ച തീരുമാനമെടുക്കണം. എന്റെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതിസന്ധികളെ ഞാൻ നേരിടണമെങ്കിൽ, കടന്നകാല ജീവിതത്തിൽ കടന്നുപോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ സ്നേഹിത ഇന്ന് നീ പ്രാർത്ഥിക്കുമെങ്കിൽ, നിലവിളിക്കുമെങ്കിൽ,
എന്റെ യേശു കർത്താവ് നിനക്ക് മറുപടി തരുവാൻ സർവശക്തന. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നു? ഒരാമേൻ പറയുവാൻ നിങ്ങൾക്ക് കഴിയുമോ സ്നേഹിതരെ? ഹല്ലേലൂയ. പ്രിയരെ, മരണത്തിന്റെ താഴ്വരയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മനുഷ്യന്റെ പരിശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ ഹല്ലേലൂയ നിസ്സഹായനായി പ്രൈസ് ദി ലോർഡ് ദൈവമേ എന്നെ ഓർക്കണമേ എന്ന ഹല്ലേലൂയ നിലവിളിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് നാം പലപ്പോഴും ചെയ്യാറുള്ളത്. നിലവിളിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് നിലവിളിക്കും, കർത്താവേ എന്നോട് മനസ്സലിയണമേ എന്ന. സ്നേഹിത, നീ ക്രമപ്പെടുത്തേണ്ടെന്ന കാര്യത്തെ നീ ക്രമപ്പെടുത്തിയതിന് ശേഷം നീ പ്രാർത്ഥിക്കണം. അല്ലാതെ എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുക അല്ല ചെയ്യേണ്ടത്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സ്നേഹിതൻ, ഒരു സഹോദരൻ എനിക്ക് പ്രാർത്ഥനാ വിഷയം ഇട്ടിട്ട് എന്നോട് രണ്ടാമത് പറഞ്ഞൊരു കാര്യം കേൾക്കണമോ? ഇനി പ്രാർത്ഥിക്കണ്ട എനിക്ക് വേണ്ടിയെന്ന്. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ ആ സന്ദർഭമൊക്കെ കഴിഞ്ഞുപോയി, കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, ദുഷ്ടന്മാരെ കർത്താവ് വളർത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല, അതുകൊണ്ട് ഇനി ഞാൻ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന. പ്രിയ സ്നേഹിതരെ, നീ ക്രമപ്പെടുത്തേണ്ടെന്ന കാര്യത്തെ നീ ക്രമപ്പെടുത്താതെ നീ പ്രാർത്ഥിക്കാൻ തുനിഞ്ഞാൽ നിന്റെ വിഷയത്തിന് മറുപടി ഉണ്ടാവുകയില്ല എന്നത് നീ ഓർത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. അനേകർക്ക് ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കാത്തത് ദൈവത്തെ മറന്ന് ജീവിച്ച അവരുടെ പാപം ദൈവം ഓർക്കുന്നത് കൊണ്ടാ. സ്നേഹിത, പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ കടന്നകാല ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയ ആ പാപത്തെ കർത്താവ് ഓർക്കുന്നു. അതുകൊണ്ടാണ് നിനക്ക് മറുപടി ഇല്ലാതെ പോകുന്നത്. ഇന്ന് വൈകിവേളയിൽ നിന്നെ തന്നെ ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിനക്ക് മറുപടി തരുവാൻ മനസ്സലിവുള്ള ദൈവമാ, ദീർഘക്ഷമയുള്ള ദൈവമാ. നമ്മുടെ അപ്പൻ ഒരു നാൾ നമ്മളെ കൈവിടുന്ന ഒരു പിതാവല്ല എന്നത് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, വിശുദ്ധിയോടെ വേർപാടോടുകൂടി ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഒന്ന് കടന്നു വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ അറിയാത്തവരെ പോലെ ജീവിക്കരുത്. ജീവിച്ചിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അധൈര്യപ്പെട്ട് മാറി നിൽക്കുക അല്ല ദൈവ പൈതലെ നാം നിൽക്കേണ്ടത്, നാം ചെയ്യേണ്ടത്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ കൂടെ ഉറപ്പേറിയ വിശ്വാസം നമ്മിൽ ഉണ്ടാകണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവർത്തനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. പ്രൈസ് ദി ലോർഡ്. നീ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുന്നതിൽ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് മനസ്സിലാകും, ഹിസ്കിയാവിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ എന്ന്. അധൈര്യമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടോ? വിശുദ്ധിയില്ലാത്ത ജീവിതമാണോ നയിച്ചു കൊണ്ടിരിക്കുന്നത്? കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഇല്ലാത്തൊരു ജീവിതമാണ് ഹല്ലേലൂയ പരിശുദ്ധവാന്റെ ജീവിതം. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആകയാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ സന്ദർഭങ്ങൾ, ചെറിയ ചെറിയ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ നമ്മളെ ആഞ്ഞടിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവ പൈതലേ അധൈര്യപ്പെട്ടു പോകരുത്. ഹിസ്കിയാവിനെ പോലെ നമുക്ക് ചോദിക്കാൻ ദൈവത്തോട്, ദൈവമേ ഓർക്കണമേ എന്ന. ഹല്ലേലൂയ. ഒരു കാര്യം ഓർത്തുകൊള്ളണം, നാം അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത്, നമ്മുടെ ഹൃദയത്തിൽ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് നമ്മളെ കുറിച്ച് അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന് മുൻപിൽ മറവായിട്ടൊന്നുമില്ല. സ്നേഹിത, ഹല്ലേലൂയ. നമ്മുടെ കർത്താവോ ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്ന ദൈവമാ. മനുഷ്യൻ മുഖത്തെ പുറമേയുള്ളത് അറിയുമ്പോൾ, ഹല്ലേലൂയ, കാണുമ്പോൾ നമ്മുടെ കർത്താവ് ഹൃദയത്തെ അറിയുന്ന ദൈവം. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. മനസ്സലിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിലേക്ക് നമുക്ക് ആശ്രയിക്കാം. കൂടുതലായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ദൈവമാണ്. ഇസ്രായേലിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. സ്നേഹിതരെ, ഹല്ലേലൂയ. കർത്താവിന്റെ പാത വിട്ട്, കർത്താവിന്റെ വഴി വിട്ട് പോകരുതേ. ആകയാൽ നമുക്ക് ഹിസ്കിയാവിനെ പോലെ നമുക്ക് പറയാം, കർത്താവേ അടിയനെ ഓർക്കണമേ എന്ന. ഹല്ലേലൂയ. ഹാഗറിന്റെ, എസ്തേറിന്റെ, അങ്ങനെ അനേകരുടെ നിലവിളിക്ക് മുൻപിൽ മറുപടി തന്നിട്ടുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകരുടെ നിലവിളിക്ക് മുൻപിൽ മറുപടി ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയും പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട് പ്രിയപ്പെട്ടവരെ. ആകയാൽ ആരും അധൈര്യപ്പെട്ടു പോകരുത്. എസ്തേറിന്റെ കണ്ണുനീരെ കണ്ട ദൈവം ഹന്നയുടെ നിലവിളിക്ക് മറുപടി തന്ന ദൈവമാ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹാഗറിന്റെ നിലവിളി കണ്ട് ഹല്ലേലൂയ ദൂതനെ അയച്ച് ആ ദൂതൻ അവളോട് പറയുകയാ, ഹല്ലേലൂയ, ഹാഗറേ നീ എന്തിന് കരയണം? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ വൈകിവേളയിൽ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നവരായി, ദുഃഖിക്കുന്നവരായി, പ്രയാസപ്പെടുന്നവരായി ആരെങ്കിലും ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, സ്നേഹിത, നിങ്ങളുടെ കടന്നകാല ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറവുകളെ, കുറ്റങ്ങളെ, ബലഹീനതകളെ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ വിഷയങ്ങളിൽ മറുപടി ഉണ്ടാകും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ
ഈ വൈകിയ വേളയിൽ മനസ്സലിയുന്ന ഞങ്ങളുടെ കർത്താവിനെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം ദൈവമായി കർത്താവ് സഹായിച്ചല്ലോ. അങ്ങ് ദീർഘക്ഷമയും മഹാദയവുമുള്ള കർത്താവാകയാൽ സ്തോത്രം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അങ്ങ് രക്ഷിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം. പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരുണയും കൃപയും ഉണ്ടാകട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിന്റെ കരുണയുണ്ടാകട്ടെ, ദൈവത്തിന്റെ വലിയൊരു സാന്നിധ്യം ഉണ്ടാകട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും അതിൽ വെള്ളം ഇരച്ചു കലങ്ങിയാലും ഭയപ്പെടുകയില്ല എന്ന് വചനം പറയുന്നു. ആ വചനത്തിൽ അടിയുറച്ച് നിൽപ്പാൻ കർത്താവ് സഹായിച്ചാൽ. വചനം കേട്ടവർക്കായി സ്തോത്രം, വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് അങ്ങ് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വരവിനായി കാത്തിരിക്കുവാൻ എല്ലാവരെയും അങ്ങ് ഒരുക്കിക്കാട്ടും. സകലവിധ നന്മകളാൽ ഒപ്പച്ച് നിറയ്ക്കണം. സകലതും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, റോസ് ഫാമിലി എന്ന ഈ പ്രയർ ഗ്രൂപ്പ്, അതിൻ്റെ FB ഗ്രൂപ്പുണ്ട്. FB ഗ്രൂപ്പിലാണ് ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്നത്. ഈ റോസ് ഫാമിലിക്ക് ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ റോസ് ഫാമിലിയുടെ സൂം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, റോസ് ഫാമിലിയിൽ ഞങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന് ഒരു യൂട്യൂബ് ചാനലും ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ മെസ്സേജ് നടക്കുമ്പോൾ തന്നെ സ്ക്രീനിൽ വന്നിരിക്കുന്ന നമ്പർ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ നിങ്ങൾ അറിയിക്കുവാൻ വേണ്ടിയാണ്. 6 വർഷം കഴിയുന്ന ഒരു വാട്സപ്പ് ഓൺലൈൻ പ്രയർ ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട്. പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ നിശ്ചയമായും ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല അഡ്മിന്മാർ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നത് ഞാൻ ഈ സമയം സന്തോഷത്തോടു കൂടി അറിയിക്കട്ടെ. 24 അവേഴ്സും പ്രാർത്ഥന വിഷയങ്ങൾ വരുന്നതാണ്. 24 അവേഴ്സും വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ വാട്സപ്പ് ഓൺലൈൻ പ്രയർ ഗ്രൂപ്പിലുണ്ട്. ദൈവമക്കൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ചേർന്ന് പോകുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഇവിടെ സ്ക്രീനിൽ വരുന്ന നമ്പറിൽ ഞങ്ങളെ കോൾ ചെയ്യുക, വിളിക്കുക. ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവും രാജാതി രാജാവുമായിരിക്കുന്ന യേശു മശിഹ വരാൻ പോകുന്നു. കർത്താവിന്റെ വരവിനായി നമുക്കെല്ലാവർക്കും ഒരുങ്ങാം, ഉണരാം. പ്രിയപ്പെട്ടവരെ, പ്രത്യാശയോടെ, ഹല്ലേലൂയ, വിശുദ്ധിയോടെ, വേർപാടോടെ കൂടി ജീവിക്കാം. കർത്താവിന്റെ കാഹള ധ്വനി കേൾക്കുന്ന സമയം ബഹുശീഘ്രമായി ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുങ്ങി കാത്തിരിക്കാം. ദൈവമായി കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.